ഹലോ ഹലോ അപ്പു, കേക്കാവോ? കേട്ടാടാ. അപ്പു ക്ലാസ് എടുക്കുന്ന അറിഞ്ഞു. അതെ അതെ. Hello, good morning. Hello, good morning. Hi everyone, good morning. Sorry, I just joined in a bit late. So Felix, today you'll be taking the session, right? Yes. Okay, great. Yeah, I think. Okay, thank you. Okay, thanks, Felix. ഇന്നത്തെ സെഷൻ
CSS ആണ്. രണ്ട് ദിവസം HTML ബേസിക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ വിവേക് പറഞ്ഞിരുന്നു. എന്നിട്ട് ഒരു അസൈൻമെന്റ് ആയിട്ട് ഒരു ഡിസൈൻ തന്നിരുന്നു. എല്ലാവരും ആരെങ്കിലും ട്രൈ ചെയ്തോ അതിന്റെ മാർക്കപ്പ് ഇടാനായിട്ട്? അത് മാർക്കപ്പ് ഇട്ട് വെച്ചാൽ പിന്നീട് അടുത്ത സ്റ്റൈല് ചെയ്ത് എന്തെങ്കിലും ഇന്ററാക്ഷൻ, ഒരു ഫോം അതിലുണ്ട്. അപ്പൊ അതിന്റെ വാലിഡേഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാവുന്നതാണ് ട്രെയിനിങ്. ഇന്നിപ്പോ CSS ആണ് ഇന്നത്തെ ടോപ്പിക്. CSS എന്ന് പറയുന്നത് വെബ് ഡെവലപ്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള 3 പാർട്ടാണല്ലോ HTML, CSS, JavaScript. HTML സെമാന്റിക് മാർക്കപ്പും യൂസറിന് കാണാൻ വേണ്ടിയുള്ള കണ്ടന്റ് എല്ലാം ഇടുന്നു. അതിനെ എങ്ങനെ നല്ലതായിട്ട് പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് CSS പാർട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പ്രസന്റ് ചെയ്യാം? ഇപ്പൊ നമ്മൾ കണ്ടന്റ് ഇടുന്നതെല്ലാം ഒരു ഡിഫോൾട്ട് സ്റ്റൈലിലായിരിക്കും ബ്രൗസറിൽ കാണുന്നത്. വേരിയസ് H1 ടാഗ്സ് എല്ലാം പല സൈസിൽ കാണിക്കും. പാരഗ്രാഫ് ടാഗ് എല്ലാം ഒരു സൈസിൽ, യൂഷ്വലി ബ്ലാക്ക് കളറിലായിരിക്കും കാണുന്നത്. ലിങ്ക്സ് കൊടുത്താൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്കൊരു ബ്ലൂ കളറിൽ അണ്ടർലൈനിൽ കാണാൻ പറ്റും. അതൊക്കെ ബ്രൗസർ തന്നെ തരും. പക്ഷെ നമുക്കൊരു ഡിസൈൻ അനുസരിച്ച് എങ്ങനെ സ്റ്റൈൽ ചെയ്യാമെന്നുള്ളതാണ് CSS ഉദ്ദേശിക്കുന്നത്. CSS എന്ന് പറയുന്നത് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് ആണ്. അപ്പോൾ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് നമ്മൾ CSS എന്ന എക്സ്റ്റൻഷനിൽ ഒരു ഫയലിലാണ് ചെയ്യുന്നത്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തത്. റൂൾസ്, ഡിക്ലറേഷൻ, ബോക്സ് മോഡൽ, സെലക്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ CSSന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് CSSലെ ഒരു പ്രോപ്പർട്ടി, ഒരു CSS പ്രോപ്പർട്ടി കോളൻ അതിന്റെ വാല്യൂ ഇങ്ങനെ കൊടുക്കുന്നതിനാണ് ഒരു CSS ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സെന്റൻസ് പോലെ ഒരു പ്രോപ്പർട്ടി കോളൻ അതിന്റെ വാല്യൂ, പ്രോപ്പർട്ടി കോളൻ വാല്യൂ, ഇതാണ് ഒരു ഡിക്ലറേഷൻ. അപ്പൊ ഇതുപോലെ കുറച്ച് ഒരു സെറ്റ് ഓഫ് ഡിക്ലറേഷൻസ് എഴുതുമ്പോഴാണ് അതിന് ഒരു റൂൾ എന്ന് പറയുന്നത്. ഡിക്ലറേഷൻ മാത്രമല്ല ഒരു റൂൾ ഉള്ളത്. ഒരു സെലക്ടർ ഉണ്ട്, ഓപ്പൺ ആൻഡ് ക്ലോസിങ് കർലി ബ്രേസസ് ഉണ്ട്, അതിനകത്ത് സെറ്റ് ഓഫ് ഡിക്ലറേഷൻ. അപ്പൊ ഒരുപാട് ഡിക്ലറേഷൻ വരുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെമിക്കോളൻ ഉപയോഗിക്കുന്നു. ഇതാണ് ബേസിക് സിൻടാക്സ്. നമ്മൾ HTML പേജിൽ കണ്ടന്റ് ഇടുമ്പോൾ എല്ലാം ഓരോ ബോക്സ് ആയിരിക്കും. HTML എലമെന്റ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് എലമെന്റ് ഉണ്ട്, ഇൻലൈൻ എലമെന്റ് ഉണ്ട്. അപ്പോൾ HTML എലമെന്റ്സ്, അപ്പൊ ഈ HTML ബ്ലോക്ക് എലമെന്റ് ആയാലും ഇൻലൈൻ എലമെന്റ് ആയാലും ഒരു ബോക്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഡിവ് ഇട്ടിട്ട് അതിന് ബോർഡർ റേഡിയസ് കൊടുത്ത് റൗണ്ട് ആക്കാറുണ്ട്. എന്നാലും അതൊരു ബോക്സ് ആണ്, സ്റ്റിൽ അതൊരു ബോക്സ് ആണ്. അപ്പോൾ ബോക്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്നത് ഇൻസ്പെക്ടറിൽ നിന്നാണ്. ഒരു പേജ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കണ്ട ഈ ബോക്സിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ അവിടെ ഇട്ടേക്കുന്നത്. അകത്തുള്ള ബ്ലൂ ബോക്സ് ആണ് കണ്ടന്റ്. അതിന്റെ വെളിയിൽ പാഡിങ്, ബോർഡർ, മാർജിൻ. ഇതിൽ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ടന്റിനകത്ത് എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. പാഡിങ് എന്ന് പറയുന്നത് നമുക്ക് സ്പേസ്, ബ്ലാങ്ക് സ്പേസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാഡിങ് ഉണ്ട്. പാഡിങ്ങും ബ്ലൂ ബോക്സ് കാണിക്കുന്ന കണ്ടന്റ് ആണ്. ഇവിടെ ഓവർലേ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ കണ്ടന്റ് ഉണ്ട്, പാഡിങ് ഉണ്ട്. പക്ഷെ നമ്മൾ മൗസ് അത് ഇൻസ്പെക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പാഡിങ് ആണോ എന്താണ് ഹൈറ്റ് ആണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം പാഡിങ് ഒന്നും കാണാൻ പറ്റില്ല. കണ്ടന്റ് ഇടുന്നത് ഒരു ടെക്സ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് കണ്ടന്റുകൾ കാണാൻ പറ്റും, പിന്നെ ബോർഡർ കാണാൻ പറ്റും. പാഡിങ്ങും മാർജിനും സ്പേസ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പേജിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റൂ അത് മാർജിൻ ആണോ പാഡിങ് ആണോ. പിന്നെ ബോർഡറിന്റെ കളർ സെയിം കളർ. ഇപ്പൊ ബോർഡർ കളർ വൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ആയിരിക്കും അറിയാൻ പറ്റും. അപ്പൊ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ഏത് സ്പേസ് ആണെന്ന് അറിയാൻ പറ്റുന്നത്. CSSന്റെ CSS ഒരു റൂളിൽ ഞാൻ പറഞ്ഞു സെലക്ടർ ഉണ്ട്. പേജിനകത്ത് സെറ്റ് ഓഫ് ഡിക്ലറേഷൻ നമ്മൾ എഴുതുന്നു, സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് അതിന്റെ വാല്യൂ നമ്മൾ എഴുതുന്നു. അപ്പൊ സെലക്ടർ എന്ന് പറയുന്നത് നമ്മൾ HTML ഡോം എലമെന്റിലെ ഡോം എന്ന് പറയുമ്പോൾ നമ്മൾ എലമെന്റ് ടാബിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു
HTML കാണിച്ചിരുന്ന പോലെ ഡോക് ടൈപ്പും HTML ഹെഡ് ബോഡിക്കകത്തുള്ള കണ്ടന്റ് എല്ലാം ഇവിടെ ഒരു ഡോം എലമെന്റ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ഡോം എലമെന്റുകൾ സെലക്ട് ചെയ്യുകയും അതിന് നമുക്ക് ആവശ്യമുള്ള സ്റ്റൈല് കൊടുക്കുക എന്നുള്ള അതിന് വേണ്ടി ആണ് നമ്മൾ സെലക്ടറുകൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇവിടുത്തെ MyCSS റൂൾ എന്നൊരു ക്ലാസ് ഡോട്ട് ഇട്ടേക്കുമ്പോൾ ക്ലാസ് ആണ്. ഈ ക്ലാസ് ഒരു സെലക്ടർ ആണ്. അപ്പൊ സെലക്ടേഴ്സ് സിമ്പിൾ ആയിട്ടുള്ള സെലക്ടേഴ്സ് പറയുന്നത് യൂണിവേഴ്സൽ സെലക്ടർ. യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെലക്ടർ ആണ്. സ്റ്റാർ ഇട്ട് സെലക്ട് ചെയ്താൽ, അതായത് ഇവിടെ MyCSS റൂൾ എന്ന് പറയുന്ന ക്ലാസ്സിന് വരെ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഡോമിലുള്ള എല്ലാ എലമെന്റ്സിനും അത് ബാധകമായിരിക്കും യൂണിവേഴ്സൽ സെലക്ടർ. അടുത്ത ടൈപ്പ് സെലക്ടർ, ടൈപ്പ് അല്ലെങ്കിൽ എലമെന്റ് സെലക്ടർ. അത് ഒരു നമ്മൾ പി എന്ന് എഴുതിയിട്ട് ഒരു സ്റ്റൈൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ div എന്ന് എഴുതിയ ഒരു സ്റ്റൈൽ ഇടുന്നതിനോ എലമെന്റ് സ്റ്റൈൽ ടൈപ്പ് സെലക്ടർ എന്ന് പറയും. അടുത്ത ക്ലാസ് സെലക്ടർ, ഒരു ഏതെങ്കിലും ഒരു എലമെന്റിൽ ഒരു ക്ലാസ് കൊടുത്തേക്കുകയാണെങ്കിൽ അതിന് സെലക്ട് ചെയ്യുന്ന ഡോട്ട്, ക്ലാസ്സിന് മുമ്പ് ഡോട്ട് ഉപയോഗിക്കും, ID ആണെങ്കിൽ ഹാഷ് ഉപയോഗിക്കും. പിന്നെ സ്യൂഡോ ക്ലാസ്, സ്യൂഡോ എലമെന്റ്സ്. സ്യൂഡോ ക്ലാസ് സ്യൂഡോ എലമെന്റ്സും എന്ന് പറയുന്നത് സ്യൂഡോ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഉള്ള ഒന്നല്ല, അത് ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. സ്യൂഡോ എലമെന്റ് എന്ന് പറയുമ്പോൾ സ്യൂഡോ അവിടെ ഇല്ലാത്തൊരു എലമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, അതിനെ ആണ് സ്യൂഡോ. അപ്പോൾ ബിഫോർ ആഫ്റ്റർ ആണ് സ്യൂഡോ ക്ലാസ്സിന് സ്യൂഡോ എലമെന്റ്സിന് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ. സ്യൂഡോ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇല്ല എലമെന്റ്, പക്ഷെ നമ്മൾ ബിഫോർ എന്ന് പറയുന്ന ഒരു സ്യൂഡോ എലമെന്റ് സെലക്ടർ ഉപയോഗിച്ച് ആ എലമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതിന് തൊട്ട് മുമ്പ് കോളൻ കൊടുക്കണം. യൂണിവേഴ്സൽ സെലക്ടർ സ്റ്റാർ ആണ്. കോളൻ സാധാരണ സ്യൂഡോ എലമെന്റുകൾക്ക് 2 കോളനും സ്യൂഡോ ക്ലാസ്സിന് 1 കോളന് കൊടുക്കാറുണ്ട്. പക്ഷെ ബിഫോർ കൊടുക്കുമ്പോൾ ഒരു കോളൻ കൊടുത്താലും വർക്കാകുന്നത്. കോംപ്ലക്സ് സെലക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പൈൻ ചെയ്ത് സെലക്ടറുകൾ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ div സ്പേസ് p ഇങ്ങനെ എഴുതി നമ്മൾ ഡിവിനകത്ത് വരുന്ന p യെ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതും. ഇങ്ങനെ എഴുതുമ്പോൾ അതൊരു കമ്പൈൻ ചെയ്യുന്ന കാര്യമാണ്. അത് കോമ്പൗണ്ട് സെലക്ടർ. കോമ്പിനേറ്റർ വരുന്ന ഡിസെൻഡന്റ് കോമ്പിനേറ്റർ. ഡിസെൻഡന്റ് എന്ന് പറയുന്നത് അതാണ്, അതിനുള്ള എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡിസെൻഡന്റ് ഡിവിനകത്തുള്ള p, ഇപ്പോൾ ഡിസെൻഡന്റ് സെലക്ടർ. നെക്സ്റ്റ് സിബ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെറ്റ് ഓഫ് ULLI ഉണ്ട്. അപ്പം നമുക്ക് ഒരു LI അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത നെക്സ്റ്റ് തൊട്ടടുത്ത് വന്ന LI എന്ന് പറയുന്നത് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പൊ ഇത് നെക്സ്റ്റ് സിബ്ലിംഗ് ആണ്, നെക്സ്റ്റ് സിബ്ലിംഗ് സെലക്ടർ. അടുത്ത് സബ്സീക്വന്റ് സിബ്ലിംഗ്, അതായത് ഒരു LI കഴിഞ്ഞിട്ട് വരുന്ന അടുത്തുള്ള എല്ലാ LIയും സെലക്ട് ചെയ്യണമെങ്കിൽ ടിൽഡെ എന്ന് പറയുന്ന സിമ്പിൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ആ LI അല്ല, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ LIയും സബ്സിക്വന്റ് സിബ്ലിംഗ് സെലക്ടർ. അടുത്ത ചൈൽഡ് കോമ്പിനേറ്റർ എന്ന് പറയുന്നത് ഒരു UL-നകത്ത്, അല്ലെങ്കിൽ ഇവിടെ മുകളിലത്തെ എക്സാമ്പിളിൽ div ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ചൈൽഡ് കോമ്പിനേറ്റർ ആണ്. ചൈൽഡ് എന്ന് പറയുമ്പോൾ നെസ്റ്റഡ് ചൈൽഡ് വരില്ല. അപ്പൊ ഒരു ഡിവിനകത്ത് വേറൊരു ഡിവിനകത്ത് ഒരു p ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു p ഉണ്ടെങ്കിൽ ഇത് സെലക്ട് ആകില്ല, ഇവിടെ സെലക്ട് ആകില്ല. കാര്യം ഡിവിന്റെ ഡയറക്റ്റ് ചിൽഡ്രൻ മാത്രമേ ഇവിടെ സെലക്ട് ചെയ്യുള്ളൂ. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ക്ലിയർ ആകാതെ ഉണ്ടോ? എന്തെങ്കിലും എല്ലാവരും സ്റ്റൈല്, കൂടുതൽ പേരും സ്റ്റൈല് ചെയ്യുന്നതായിട്ടോട് ഞാൻ സ്പീഡിൽ പറഞ്ഞത്. അതുപോലെ ഞാൻ സ്പീഡിൽ പറഞ്ഞു തന്നപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിലും പറയാവുന്നതാണ്. ഇപ്പൊ കുഴപ്പമില്ല, കണ്ടിന്യൂ. ഓക്കെ, താങ്ക്സ്.
അപ്പം CSS നമ്മൾ ഒരുപാട് സ്റ്റൈൽ എഴുതി നമ്മൾ പേജ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റൈലുകൾ പലയിടത്തു നിന്നായിട്ട് വരും. ഒന്നിൽ കൂടുതൽ സ്റ്റൈൽ ഷീറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉള്ളപ്പോൾ ഒരുപാട് ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് CSS ബ്രൗസറിന് അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നത്. അങ്ങനെയുള്ള കുറച്ച് മെക്കാനിസം ബ്രൗസറിൽ തന്നെ ഉണ്ട്. CSS കാസ്കേഡ് എന്ന് പറയുന്നതിൽ പൊസിഷൻ ആൻഡ് ഓർഡർ ഓഫ് അപ്പിയറൻസ് വെച്ച് അത് തീരുമാനിക്കും ഏത് സ്റ്റൈല് കാണിക്കണം. ഇപ്പം നമ്മൾ ഒരു സ്റ്റൈലിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റൈൽ ഷീറ്റ് എഴുതുമ്പോൾ ഒരിടത്ത് ബട്ടൺ കളർ റെഡ് എന്ന് കൊടുത്തു, കുറച്ച് കഴിഞ്ഞ് താഴെ വന്നിട്ട് ബട്ടൺ കളർ ബ്ലൂ എന്ന് കൊടുക്കും. അപ്പൊ ഇത് രണ്ടും ബട്ടൺ കളർ റെഡ് എന്ന് കൊടുക്കുന്നു, ബ്ലൂ എന്ന് കൊടുക്കുന്നു. പക്ഷെ CSSന് നമ്മുടെ ബ്രൗസറിന് ഒരു മെക്കാനിസം ഉണ്ട്. ഓർഡർ പൊസിഷൻ ഓർഡറിൽ എവിടെ വന്നു എന്നുള്ളത് നോക്കിയിട്ട് ലാസ്റ്റ് വരുന്നത് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും. അതുപോലെ തന്നെയാണ് ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ ഡിക്ലറേഷൻ സെയിം പ്രോപ്പർട്ടിക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്താലും അവസാനം ഏതാണോ കൊടുത്തത് അതായിരിക്കും വരുന്നത്. ഓർഡർ വെച്ചിട്ട് അത് സെലക്ട് ചെയ്യും. പിന്നെ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് ഒരു ഞാനിപ്പോ 1-2 എക്സാമ്പിൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു. ഇപ്പം ഒരു ഇങ്ങനെ ഒരു സെലക്ടർ, ഇത് ആട്രിബ്യൂട്ട് സെലക്ടർ ആണ്. ഞാനിവിടെ സെലക്ടറിന്റെ കേസിൽ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അത് ക്ലാസ് സെലക്ടറിന്റെ കൂടെ വരുന്നതാണ് ആട്രിബ്യൂട്ട് സെലക്ടർ. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ സെലക്ടർ എഴുതി നമ്മൾ സ്റ്റൈൽ ഷീറ്റിൽ എഴുതാറുണ്ട്. എഴുതുമ്പോൾ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് അതിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഡിവിന് ഒരു പി, ഇവിടെ ഒരു പി, പാരഗ്രാഫ് നമ്മൾ കൊടുത്ത ടൈപ്പ് ചെയ്ത HTML ആണ് ഇവിടെ കാണുന്നത്. ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന HTML ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു 2 ഡിവിനകത്ത് ഒരു പി ഉണ്ട്. വെളിയിലുള്ള പിക്ക് ഞാനൊരു ക്ലാസ് റാപ്പ് എന്ന് കൊടുത്തു. റാപ്പിന് കളർ റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാല് റാപ്പിന് കളർ റെഡ് എന്ന് കൊടുത്തപ്പോഴത്തേക്കും റാപ്പിനകത്ത് വന്ന ഡിവിനകത്തുള്ള പിയും റെഡ് ആയിട്ട് കാണിച്ചു. റാപ്പിലുള്ള പി എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെ സെയിം ചേഞ്ച് ഒന്നുമില്ല, റെഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പാര എന്ന് പറഞ്ഞ ക്ലാസ് പിക്ക് കൊടുത്തിട്ടുണ്ട്. പാര എന്നുള്ളതിന് കളർ ഗ്രീൻ എന്ന് കൊടുക്കുക. ഗ്രീൻ എന്ന് കൊടുത്തപ്പോഴും ചേഞ്ച് വന്നിട്ടില്ല. അതാണ് സ്പെസിഫിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഓർഡർ ഓഫ് അപ്പയറൻസ്, 2 സ്പെസിഫിസിറ്റി. സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് ഓരോ സെലക്ടറിനും ഓരോ എമൗണ്ട് ഓഫ് പോയിന്റ്സ് സെറ്റ് ചെയ്ത് അതനുസരിച്ച് സ്പെസിഫിസിറ്റി കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഏതായിരിക്കും അപ്ലൈ ആകുന്നത്. ഇപ്പൊ യൂണിവേഴ്സൽ സെലക്ടർ നമ്മൾ സ്റ്റാർ, അതിന് 0 പോയിന്റ്സ്, എലമെന്റ് അല്ലെങ്കിൽ സ്യൂഡോ എലമെന്റ് 1 പോയിന്റ്, ക്ലാസ് സ്യൂഡോ ക്ലാസ് ആട്രിബ്യൂട്ട് സെലക്ടറിനെല്ലാം 10 പോയിന്റ്, ID സെലക്ടർ 100, ഇൻലൈൻ സ്റ്റൈൽ ആയിരുന്നു. നമുക്ക് കൂടുതൽ സ്റ്റൈൽ ഷീറ്റ് വരുമ്പോൾ ID വരെയാണ്. ഇത്രയാണ് നമുക്ക് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇൻലൈൻ സ്റ്റൈലോ നമ്മൾ ഇമ്പോർട്ടൻ്റോ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
നമ്മൾ സ്റ്റൈൽ ബേസിക് ഒരു പേജ് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇൻലൈൻ സ്റ്റൈലോ ഇമ്പോർട്ടന്റോ നമുക്ക് അങ്ങനെ കൊടുക്കേണ്ടി വരില്ല. അപ്പൊ യൂണിവേഴ്സൽ സെലക്ടറിലും നമ്മൾ അധികം സ്റ്റൈൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാറില്ല. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എലമെന്റ്, സ്യൂഡോ എലമെന്റ്, ക്ലാസ്, സ്യൂഡോ ക്ലാസ്, ആട്രിബ്യൂട്ട്, ID, ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇപ്പോ സ്പെസിഫിസിറ്റി വെച്ച് പറയുമ്പോൾ href ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഇത് ആട്രിബ്യൂട്ട് സെലക്ടർ ആണ്. ആട്രിബ്യൂട്ട് സെലക്ടർ എന്ന് പറയുന്നതിന് 10 പോയിന്റ്. എലമെന്റ് സെലക്ടർ, എലമെന്റ് എന്ന് പറയുന്നത് 1 പോയിന്റ്. അപ്പൊ ഇത് 11 ആണ് ഇതിന്റെ സ്പെസിഫിസിറ്റി സ്കോർ. ഇവിടെ വരികയാണെങ്കിൽ ഒരു എലമെന്റ്, അപ്പൊ 1, 2, 3. ഇതെന്ന് പറയുന്നത് href എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് സെലക്ടർ ആണ്. ആട്രിബ്യൂട്ട് സെലക്ടറിന് 10, 2 ക്ലാസ് 10, 20, അപ്പൊ 30, ഒരു എലമെന്റ്, അപ്പൊ 31. ഇതിന്റെ സ്പെസിഫിസിറ്റി സ്കോർ എന്ന് പറയുന്നത് 31 ആണ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കുറച്ച് സ്റ്റൈൽ എഴുതി, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടിയ സ്കോപ്പുള്ള, ഇതിന് നമ്മൾ സാറിന് സ്കോപ്പ് എന്ന് പറയാം. അപ്പൊ അതിനകത്ത് വരുന്ന പ്രോപ്പർട്ടി, സെയിം പ്രോപ്പർട്ടി കുറച്ച് എഴുതി. പക്ഷെ ഇതിൽ ഏതാണ് അപ്ലൈ ആയി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത് നോക്കുക. പിന്നെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ID കൂടുതൽ, മോസ്റ്റ് സ്പെസിഫിക് എന്ന് പറയുന്ന ID ആണ്. ഐഡിക്കാണ് കൂടുതൽ പോയിന്റ്. അത് കഴിഞ്ഞ് ക്ലാസ്, അത് കഴിഞ്ഞ് എലമെന്റ്. അപ്പൊ നമ്മൾ ഈ ഓർഡറിൽ എപ്പോഴും വിഷ്വലൈസ് ചെയ്യാൻ നോക്കും. കാര്യം ID ഉണ്ടോ, അല്ലെങ്കിൽ ക്ലാസ്, സ്യൂഡോ ക്ലാസ്, ആട്രിബ്യൂട്ട് സെലക്ടർ ഇതുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് എലമെന്റ്, സ്യൂഡോ എലമെന്റ്, സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സ്യൂഡോ എലമെന്റ്, അതുകൊണ്ട് ബിഫോർ ആഫ്റ്റർ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇങ്ങനെ ഈ ഓർഡറിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ടോട്ടൽ സ്പെസിഫിക് സ്കോർ എത്രയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇതെല്ലാം നോക്കുന്നത് നമ്മൾ എവിടെയാണ് നോക്കുന്നത്, നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോഴാണ്. നമുക്കെല്ലാം ഒരു സ്ഥലത്ത് കാണാനുള്ള ടൂളാണ് ഈ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. എലമെന്റിൽ സ്റ്റൈൽസിൽ ഇവിടെ നോക്കുമ്പോൾ ഇതിപ്പോ ഒരു എലമെന്റ് സെലക്ടർ മാത്രമേ, കൂടുതൽ സ്റ്റൈൽസ് ഒന്നും എഴുതിയിട്ടില്ല. എടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴോട്ടുള്ള എല്ലാം, താഴോട്ടുള്ള സ്റ്റൈലുകൾ, നമ്മൾ ഒരു സ്റ്റൈല് മാത്രമേ പീക്ക് ആകെ ഞാൻ ഇവിടെ എഴുതിയത് പാര കളർ ഗ്രീൻ എന്ന് മാത്രമാണ് എഴുതിയത്. ഇതിന് ഡയറക്റ്റ് ആയിട്ട് പാരയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എഴുതിയത് ഈ പാര കളർ ഗ്രീൻ എന്ന് മാത്രമാണ്. എന്നാൽ അത് അപ്ലൈ ആയതുമില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ക്ലാസ് പ്ലസ് ഒരു എലമെന്റ്. അപ്പൊ ഇവിടുത്തെ സ്കോർ 11 ആയി, ഇവിടുത്തെ സ്കോർ 10 ഉള്ളൂ. അപ്പൊ ഇതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അതുകൊണ്ടാണ് കളർ റെഡ് അപ്ലൈ ആയത്. ഇത് സ്പെസിഫിസിറ്റിയുടെ കാര്യം. അപ്പൊ ഇപ്പൊ നേരത്തെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ എഴുതിയപ്പോ തന്നെ റെഡ് കളർ ആയി. ഇങ്ങനെ എഴുതിയിട്ട് വേറെ പിയെ ടാർഗറ്റ് ചെയ്തില്ല, പിയുടെ ക്ലാസ്സിൽ ടാർഗറ്റ് ചെയ്യാതെ വെളിയിൽ കൊടുത്തപ്പോൾ തന്നെ കളർ റെഡ് ആയി. ഇത് ഇൻഹെറിറ്റൻസ് ആണ്. വെളിയിലുള്ള പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ആയത്. യൂഷ്വലി കളർ ഫോണ്ട് സൈസ് ഇൻഹെറിറ്റ് ആകും. ഫോണ്ട് ബേസ്ഡ് ആയിട്ടുള്ള, കളർ ബേസ്ഡ് ആയിട്ടുള്ള. ഇപ്പൊ ഇതിനൊരു പാഡിങ് 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് ആ പാഡിങ് കാണില്ല. പിക്ക് പാഡിങ് ഇല്ല, പിയുടെ ഡിഫോൾട്ട് മാർജിൻ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷെ റാപ്പിന് പാഡിങ് ഉണ്ട്, ഗ്രീൻ കളറിൽ ഇവിടെ ഓവർലേ കാണിക്കുന്നുണ്ട്. അതായത് എല്ലാ പ്രോപ്പർട്ടിയും ഇൻഹെറിറ്റ് ആകില്ല. കോമൺ ആയിട്ട് ഇൻഹെറിറ്റ് ആകുന്നത് ഫോണ്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, കളർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഹെറിറ്റ് ആകുന്നു. സ്പെസിഫിസിറ്റി സ്കോർ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് HTML കളർ ഒരു സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് HTML. പക്ഷെ HTML-നകത്ത് ബോഡിയിൽ ആർട്ടിക്കിളിൽ പിയിലോട്ട് അത് ഇൻഹെറിറ്റ് ആകും ആ പ്രോപ്പർട്ടി. ഇനി ഒറിജിൻ ഓഫ് ദ സ്റ്റൈൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് അനുസരിച്ചും ഇമ്പോർട്ടൻസ് ഉണ്ട്. യൂസർ ഏജന്റ് സ്റ്റൈൽ ഉണ്ട്. ഞാനിപ്പോ ഇവിടെ നേരത്തെ ഇൻസ്പെക്ട് ചെയ്ത് കാണിച്ചപ്പോ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ പിക്ക് ഒരു സ്റ്റൈൽ ഇപ്പൊ പറഞ്ഞിട്ടില്ല. പിക്ക് ഒരു സ്റ്റൈൽ ഇവിടെ പറഞ്ഞിട്ടില്ല. റാപ്പ് എന്നുള്ള ഡിവിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇൻസ്പെക്ടറിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ പിക്ക് യൂസർ ഏജന്റ് സ്റ്റൈൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ യൂസർ ഏജന്റ് സ്റ്റൈലാണ് മുകളിൽ നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇൻഹെറിറ്റ് ആയത് വന്നേക്കുന്നത്. ഇൻഹെറിറ്റഡ് ഫ്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻഹെറിറ്റഡ് ഫ്രം div.ram.
അപ്പൊ എന്തൊക്കെയാണ് ഇൻഹെറിറ്റ് ആയി വന്നതെന്നോ യൂസർ ഏജന്റ് സ്റ്റൈൽ എന്താണെന്നോ, ഇനി വേറൊന്നും കൂടെ ഉണ്ട്, യൂസർ സ്റ്റൈൽ. അതായത് നമുക്ക് ചിലപ്പോൾ ബ്രൗസറിൽ നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്യാം. അതും നമ്മൾ സ്റ്റൈൽ എഴുതുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കോഡ് ബ്രേസ് മനസ്സിലായി കഴ്സർ കാണാം. ഓതേർഡ് CSS ആണ് നമ്മൾ എഴുതുന്ന CSS. അതിനും അല്ലാതെയും പേജിൽ CSS വരുന്നുണ്ട്. അതാണ് യൂസർ ഏജന്റ് സ്റ്റൈൽ. യൂസർ ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൗസറിനകത്തുള്ള എഞ്ചിൻ അത് ചെയ്തു വെച്ചേക്കുന്ന സ്റ്റൈല്. പിന്നെ ലോക്കൽ സ്റ്റൈൽസ് ഉണ്ട്. അതായത് ക്രോമില് ലോക്കൽ സ്റ്റൈൽസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് ചെറിയ ഹെൽപ്പുകളൊക്കെ കിട്ടും. ബ്രൗസറിൽ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു സ്റ്റൈൽ ഷീറ്റ് എഴുതി വെച്ചിട്ട് ഫയർഫോക്സിലാണ് ഞാൻ ചെയ്ത് നോക്കിയത്. ഫയർഫോക്സിന്റെ സെറ്റിംഗ്സിൽ പോയിട്ട് ആ സ്റ്റൈൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈറ്റ് എടുത്താലും ആ സൈറ്റിൽ ഓതേർഡ് CSS ബോഡിക്ക് വേണ്ടി കളർ ഒന്നും പറയുന്നില്ലെങ്കിൽ ഈ സ്റ്റൈൽ അവിടെ അപ്ലൈ ആകും. അതാണ് ലോക്കൽ യൂസർ സ്റ്റൈൽ. അതുപോലെ ഇങ്ങനെ കുറച്ച് നമ്മൾ എഴുതുന്ന സ്റ്റൈൽ മാത്രമല്ല, യൂസർ ഏജന്റ് സ്റ്റൈലും മറ്റ് സ്റ്റൈലുകളൊക്കെ വരാറുണ്ട്. അത് നമുക്ക് എളുപ്പം അറിയാൻ പറ്റുന്ന സ്ഥലമാണ്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് അപ്ലൈ ആകുന്നുള്ളതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. സ്പെസിഫിസിറ്റി ഉണ്ട്. പിന്നെ ഇൻഹെറിറ്റ് ആയിട്ട് എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് ഇവിടെ ഇൻസ്പെക്ടറിൽ നോക്കി അറിയാൻ പറ്റും. അപ്പം ഫസ്റ്റ് ബോക്സ് മോഡൽ ഞാൻ പറഞ്ഞാലും മാർജിൻ ഉണ്ട്. മാർജിൻ എന്നുള്ള ഞാൻ കുറച്ച് രണ്ട് ടൈറ്റിൽ ഇപ്പം ഇതിലൂടെ സ്റ്റൈലൊന്നും ഇപ്പൊ വരുന്നില്ല. ഒരു ഡിബിനകത്ത് ഒരു H1 മാത്രം ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് സ്പേസിങ് കാണുന്നുണ്ട് ഓൾറെഡി. സ്പേസിങ്ങിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ ഏജന്റ് സ്റ്റൈലില് മാർജിൻ ഒരു ഡിഫോൾട്ട് മാർജിൻ യൂസർ ഏജന്റ് സ്റ്റൈലിലുണ്ട്. അതുകൊണ്ടാണ് ആ സ്പേസിങ് കാണുന്നത്. ഈ കഴിഞ്ഞൊരു പാരഗ്രാഫ് കൂടെ ഇട്ടാൽ അത് ബൈ ഡിഫോൾട്ട് ശകല സ്പേസിങ്ങിലാണ് ഓൾറെഡി വരുന്നത്. നമ്മൾ സാധാരണ റീസെറ്റ് CSS ഉപയോഗിക്കുക. റീസെറ്റ് CSS ഉപയോഗിക്കുന്ന പറഞ്ഞാൽ യൂണിവേഴ്സൽ സെലക്ടർ സ്റ്റാർ മാർജിൻ 0 ഇപ്പൊ എല്ലാം ചേർന്നിരിക്കും. നമ്മളിങ്ങനെ റീസെറ്റ് ചെയ്തിട്ട് മുമ്പ് തൊട്ടേ റീസെറ്റ് CSS ഉപയോഗിക്കാറുണ്ട്. കാര്യം റീസെറ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഫോണ്ട് എല്ലാം റീസെറ്റ് ചെയ്യും. ചിലര് ഫോണ്ട് എല്ലാം റീസെറ്റ് ചെയ്യും, ഫോണ്ട് വെയിറ്റ് നോർമൽ ആക്കും. ഇതെല്ലാം ഇപ്പൊ ടെയിൽവിന്റെ CS ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ ഒരു സ്റ്റൈലും കാണില്ല, എല്ലാം ഒരുപോലെ ഇരിക്കും. റീസെന്റ് CS ഉപയോഗിക്കുന്നത് ബ്രൗസർ തമ്മിൽ ഇപ്പൊ ഇവിടെ ഒരു മാർജിൻ ഉണ്ട്. ചിലപ്പോൾ വേറൊരു ബ്രൗസർ എടുക്കുമ്പോൾ ആ മാർജിൻ ശകലം വ്യത്യാസമായിരിക്കും. Pക്ക് മാർജിൻ ഉണ്ട്, H1 മാർജിൻ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇൻകൺസിസ്റ്റൻസി കളയാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് റീസെറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ കസ്റ്റം സ്റ്റൈൽ എഴുതി തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, H1 മാർജിൻ ബോട്ടം ഉണ്ട്, ടോപ്പും ഉണ്ട്. Pക്ക് മാർജിൻ ടോപ്പും ഉണ്ട്, ബോട്ടം ഉണ്ട്. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാം, ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം ഈ H1 ബോട്ടം മാർജിനും Pയുടെ ടോപ്പ് മാർജിനും ഓവർലാപ്പ് ആയിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു എലമെന്റ് വന്നു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ആകും. ഇപ്പൊ അത് എക്സ്പാൻഡ്, ഇപ്പൊ ഇത് സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പൊ ഇത് PR എന്നല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു പാഡിങ് വന്നാലും അത് സെപ്പറേറ്റ് ആകും. ഇപ്പൊ PR വേണ്ട, H1 ഒരു പാഡിങ് കൊടുക്കാം. ഒരു പിക്സൽ പാഡിങ് ബോട്ടം
ഞാനൊരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമുക്കൊരു റാപ്പ് എന്ന് പറയുന്ന ഡിവ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് അപ്പൊ നമ്മൾ റാപ്പ് എന്ന് പറയുന്ന ഒരു ഡിവ് ആണ് മാത്രമേ ഈ ബോഡിക്കകത്ത് ഇട്ടിട്ടുള്ളൂ. അപ്പൊ അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തപ്പോഴത്തേക്കും ചുറ്റും ഒരു സ്പേസ് വന്നു. ചുറ്റിനും വെളിയിൽ വന്ന സ്പേസ് ബോഡിയുടെ മാർജിനാണ്. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കണമെങ്കിൽ ബോഡിക്ക് മാർജിൻ 0 കൊടുക്കണം, എന്നാലേ ആ മാർജിൻ ഒഴിവാക്കും. ഇനി ടോപ്പിലുള്ള മാർജിൻ എന്ന് പറയുന്നത് എന്താണ്? ടോപ്പിലുള്ള മാർജിനിൽ H1 ആണ് വരുന്നത്. നമ്മുടെ റാപ്പ് ഇവിടെയാണ് ഇരിക്കുന്നത്, പക്ഷെ നമ്മുടെ റാപ്പിന് H1 ആണ് മുകളിൽ നിന്ന് താഴോട്ട് തള്ളുന്നത്. H1ന്റെ ടോപ്പ് മാർജിനാണ്. H1ന് മാർജിൻ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ സ്പേസ് മാറും. നമ്മള് ഒരു ഹെഡർ ഞാൻ ഇടാം. ഹെഡറിൽ ലോഗോ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി സ്പേസ് താഴോട്ട് വന്നു. റൈറ്റ് സൈഡിൽ നമുക്ക് നാവിഗേഷൻ ഇങ്ങനെയൊക്കെ ഇടാം. അപ്പൊ ഹെഡറിന്റെ H1 മുകളിലോട്ട് H1 ആണ് കഴിവതും നമ്മൾ ഇങ്ങനെ വരുന്നത് ശ്രദ്ധിക്കണം. ഹെഡർ അല്ല സ്പേസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഹെഡറിന് ഒരു പാഡിങ് കൊടുത്തതിന് ശേഷം H1ന്റെ മാർജിൻ റീസെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. റീസെറ്റ് ചെയ്തിട്ട് ഹെഡറിന് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നേരത്തെ കണ്ടത് ഇപ്പൊ കണ്ടത് ഒരുപോലെയാണ്. നമുക്കത് ഡിഫറൻസ് അറിയില്ല. പക്ഷെ നമ്മള് മാർജിൻ കൊടുക്കാത്ത മാർജിൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ സ്പേസ് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതും നേരത്തെ കണ്ടത് സെയിം ആണ്. ഇപ്പൊ H1ന് മാർജിൻ ഇല്ല. അത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് മാർജിൻ ഓവർലാപ്പ് ചെയ്യുന്നുള്ള പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. മാർജിൻ ഓവർലാപ്പ് ചെയ്യുന്നു. നെസ്റ്റഡ് മാർജിൻ ആയാലും അത് വെളിയിലോട്ട് പോകുന്നു, അത് ഓവർലാപ്പ് ആകുന്നു. അതായത് ഇതിന്റെ റാപ്പ് ഹെഡറിന് H1ന് ഒരു മാർജിൻ ടോപ്പും ബോട്ടവും. ഇപ്പൊ ബ്രൗസറിന്റെ ഡിഫോൾട്ട് ആണ്, അത് മാറ്റിയിട്ട് 20 പിക്സൽ എന്ന് കൊടുത്തു. അപ്പോൾ H1ന് 20 പിക്സലാണ് ഇവിടെ വന്നിരിക്കുന്നത്. 20 പിക്സൽ ടോപ്പും ബോട്ടവും മാർജിൻ. ഹെഡറിന് കൊടുത്തു നോക്കട്ടെ. ഞാൻ നോക്കാത്ത എക്സാമ്പിൾ ആണ്, വെരി ഷുവർ അല്ല. കൊടുത്തു നോക്കട്ടെ. സോറി, ചേഞ്ച് ഇല്ല. അപ്പൊ ഹെഡറിന് 20 പിക്സൽ മാർജിൻ ടോപ്പും ബോട്ടം ഉണ്ട്, പ്ലസ് H1ന് 20 പിക്സൽ മാർജിൻ ടോപ്പും ബോട്ടം ഉണ്ട്. പക്ഷെ ഇവിടെ ഓവർലാപ്പ് ആയിരിക്കുകയാണ്. ഹെഡറിന് 20 പിക്സൽ ടോപ്പും ബോട്ടവും പറഞ്ഞിട്ടുണ്ട്, H1ന് ടോപ്പും ബോട്ടവും മാർജിൻ 20 പിക്സൽ വേണം. പക്ഷെ ഓവർലാപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചിരുന്നാൽ നമുക്ക് എക്സ്ട്രാ സ്പേസ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മാർജിൻ എന്തുകൊണ്ട് അവിടെ വന്നില്ല. H1ന് നമ്മൾ ഒരു H1ഉം ഒരു പി ടാഗ് വിട്ടിട്ട് H1ന് താഴെ 20 കൊടുത്തു, പിക്ക് ടോപ്പിൽ 20 കൊടുത്തു. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യും 40 വരണം രണ്ടിന്റെ ഇടയ്ക്ക്. പക്ഷെ അങ്ങനെ വരില്ല. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം സോൾവ് ആകും നമ്മൾ പാഡിങ് കൊടുക്കുക. പക്ഷെ നമ്മൾ യൂഷ്വലി പാഡിങ് എന്നുള്ളത് ഒരു ഡിവിന് ഇന്നർ സ്പേസിംഗ് ആയിട്ടാണ് നമ്മൾ സാധാരണ പാഡിങ് ഉപയോഗിക്കുന്നത്. മാർജിൻ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ യൂഷ്വലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ അല്ല, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതൊക്കെ ആൾറെഡി അറിയാവുന്നതായിരിക്കാം. എന്നാലും എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സജഷൻ അങ്ങനെ എന്തെങ്കിലും? ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സെലക്ടർ, ഇൻഹെറിറ്റൻസ്, ഇങ്ങനെ കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞത് അത് വെച്ചിട്ടാണ് സ്റ്റൈൽസ് സെലക്ട് ചെയ്യുന്നത്. ഓർഡർ അനുസരിച്ച് ലാസ്റ്റ് വരുന്ന പ്രോപ്പർട്ടീസ് അപ്ലൈ ആകും. ഇപ്പൊ നമ്മള് പക്ഷെ ഇത്
തെറ്റാണ്. കാര്യം നമ്മൾ ഒരേ പ്രോപ്പർട്ടി 2 പ്രാവശ്യം എഴുതുന്നു. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഒരേ പ്രോപ്പർട്ടി 2 വാല്യൂ കൊടുത്ത് എഴുതുന്ന കേസുകളാണ്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ ബ്രൗസറിന്റെ വേണ്ടി ബ്രൗസർ പ്രിഫിക്സ് MS എന്നോ മോസ് അങ്ങനെയൊക്കെ കൊടുക്കുന്നത്, വെബ് കിറ്റ് എന്നൊക്കെ കൊടുക്കുന്നത് ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഡിസ്പ്ലേ ഗ്രിഡ് എന്ന് കൊടുത്താലും IE11 വർക്ക് ആകാത്തതുകൊണ്ട് MS പ്രിഫിക്സ് കൊടുത്ത് ഒരു വാല്യൂ കൂടെ നമ്മൾ എക്സ്ട്രാ എഴുതുന്നു. ഇങ്ങനെ എക്സ്ട്രാ നമ്മൾ ചില കേസിൽ എഴുതേണ്ടി വരും. അതുപോലെ ഫോണ്ട് സൈസ് എന്നുള്ള ചില ക്ലാമ്പ് ചില കാര്യങ്ങളൊന്നും ഈ പഴയ വെർഷനിൽ വർക്ക് ആകാത്തതിന് നമ്മൾ ഒരേ പ്രോപ്പർട്ടിക്ക് തന്നെ 2 വാല്യൂ എഴുതി കൊടുക്കും. അതായത് സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസർ ആണെങ്കിൽ ഇവിടെ ഈ കേസിൽ ഗ്രിഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗ്രിഡ് വർക്ക് ആകും, ഇല്ലെങ്കിൽ MS ഗ്രിഡ് അതിൽ വർക്ക് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാറുണ്ട്. ഇനി ഇത് ഞാൻ പറഞ്ഞ സ്പെസിഫിസിറ്റിയുടെ കേസ് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഒരു ബട്ടൺ ക്ലാസ് എടുത്തിട്ടുണ്ട്. ബട്ടൺ എന്ന് വേണ്ടി കളർ എഴുതിയിട്ടുണ്ട്, ക്ലാസ്സിൽ കളർ ബ്ലൂ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് അപ്ലൈ ആകുന്നത് ബ്ലൂ ആയിരിക്കും. കാര്യം സ്പെസിഫിസിറ്റി ക്ലാസ് വന്നു കഴിഞ്ഞാൽ അതിന് കൂടുതൽ പോയിന്റ് ഉണ്ട്, അപ്പൊ കൂടുതൽ സ്കോർ ഉണ്ട്. അപ്പൊ കളർ ബ്ലൂ ആയിരിക്കും ഹിറ്റാണ്. ഇനി ഈ ബ്ലോക്ക് ഓർഡർ അനുസരിച്ചും ചേഞ്ച് വരുമെന്ന് പറഞ്ഞു. ഇവിടെ ഈ കേസിൽ ബട്ടൺ റെഡ്, ബട്ടൺ കളർ ബ്ലൂ, അപ്പൊ ഇവിടെ ലാസ്റ്റ് വരുന്നതായിരിക്കും വരുന്നത്. പക്ഷെ ഈ കേസിൽ ബ്രാൻഡിങ് എന്നുള്ളത് മുകളിലാണെങ്കിലും ക്ലാസ് വെച്ച് പറയുമ്പോൾ അതിന് കൂടുതൽ സ്പെസിഫിക് ആയതുകൊണ്ട് മുകളിലുള്ള സ്റ്റൈൽ അപ്ലൈ ആകും. അപ്പൊ അത് സ്പെസിഫിസിറ്റി സ്കോർ വെച്ചിട്ട് അപ്ലൈ ആകുന്നത്. പിന്നെ കുറച്ച് ലേ ഔട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. മെയിൻ ആയിട്ട് നമുക്ക് മാർജിൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരാത്തത്. ഇനി ഒരു ദിവസത്തെ കൂടെ ഷെഡ്യൂൾഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ബാക്കിയുള്ളതോ ഇതിലെന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയുണ്ടെങ്കിലോ അതെല്ലാം ചേർത്തിട്ട് ഇനി ഒരു സെഷനിൽ പറയാം. ഇപ്പൊ എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും ഡൗട്ട്സ്, സജഷൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയോ മിസ്റ്റേക്ക് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും എന്തായാലും ഉണ്ടോ? ഇനിയിപ്പോ ഇത് ഒരു ദിവസം കൂടെ കണ്ടിന്യൂ ആയിട്ട് ഒരു കാര്യം, കുറച്ച് ലേഔട്ട് ഗ്രിഡ് ഫ്ലെക്സും ഗ്രിഡും അങ്ങനെയുള്ളതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ പ്രിപ്പയർഡ് അല്ല. ഇപ്പം ബേസിക് ആയിട്ട് കുറച്ച് ഫ്ലോട്ടിന്റെ എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഫ്ലോട്ട് കാര്യം ലേഔട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴാണ് ഫ്ലെക്സ് വരുന്നതിന് മുമ്പ് ഫ്ലോട്ട് ലേഔട്ട് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഫ്ലോട്ടിന്റെ ബേസിക് യൂസ് നമുക്ക് ആവശ്യം വരുന്നത് ഇപ്പോ ഒരു ബോക്സ് അല്ലെങ്കിൽ നമുക്കൊരു സെക്ഷൻ ഇടാം. സെക്ഷനകത്ത് ഒരു ഇമേജ് ഉണ്ട്, സോറി ഇമേജ്, അത് കഴിഞ്ഞിട്ട് പുതിയ ടാഗ് അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം സൈഡ് ബൈ സൈഡ് ഇത് റാപ്പ് ചെയ്ത് കാണും. ഇത് ഇമേജിന് അറൗണ്ട് റാപ്പ് ചെയ്യണമെങ്കിൽ സെക്ഷനിൽ ഇമേജ് നമുക്ക് പ്ലോട്ടിൽ ലെഫ്റ്റ് കൊടുക്കും. പ്ലോട്ടായി. ഇങ്ങനെ പ്ലോട്ട് ആയിട്ടുണ്ട്. കൂടുതൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ
ബാക്കി വരുന്നത് താഴോട്ട് പോകും. അപ്പൊ ഇനി വേറൊരു സെക്ഷൻ റിപ്പീറ്റ് ചെയ്തിട്ടിട്ട് ഇമേജ് റൈറ്റ് എന്നൊരു ക്ലാസ് കൊടുത്തിട്ട് റൈറ്റ് കൊടുത്താൽ അത് റൈറ്റ് ഫ്ലോട്ട് ആവും. ഓക്കെ, അപ്പൊ ഇതില് പക്ഷെ കണ്ടന്റ് നമുക്ക് കുറച്ച് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ചത് ഫസ്റ്റ് ഒരു ഇമേജ്, അതിന്റെ പാരഗ്രാഫ്, തൊട്ട് താഴെ അടുത്ത സെക്ഷനിൽ ഇമേജ് റൈറ്റില് ലെഫ്റ്റിൽ ഇമേജ്. പക്ഷെ ഇത് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അത് നമ്മൾ ബ്ലോക്ക് എലമെന്റ് ഇൻലൈൻ എലമെന്റും ഒക്കെ അറിയാലോ. നമ്മൾ ബ്ലോക്ക് എലമെന്റ് ഇടുമ്പോൾ താഴെ വരുന്നുണ്ട്. ഒരു സെക്ഷൻ ഇട്ടിട്ട് അടുത്ത സെക്ഷൻ ഇടുമ്പോൾ താഴെ പോകും. പക്ഷെ ഈ ഇമേജ് ഇന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ആയി പോയിക്കാണ്. നമുക്ക് സെക്ഷന് ഒരു ബോർഡർ ഇട്ട് പോകും. സെക്ഷൻ മുകളിലത്തെ സെക്ഷൻ ഉണ്ട്, താഴത്തെ സെക്ഷൻ ഉണ്ട്. പക്ഷെ ഇമേജ് താഴോട്ട് പോയിക്കാണ്. അപ്പൊ ഈ പ്ലോട്ട് ഇടുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് ഒഴിവാക്കാൻ നമുക്ക് ഒരു വഴിയുണ്ട്. ഓവർഫ്ലോ ഓട്ടോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓവർഫ്ലോ ചെയ്ത സാധനത്തിനും കൂടെ അതിന് കണ്ടന്റ് എത്രയുണ്ടോ അതിനെ കണ്ടെയ്ൻ ചെയ്തോളും. ഓവർഫ്ലോ ഓട്ടോ കൊടുക്കുമ്പോൾ ഓവർഫ്ലോ ഹിഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാലും അവിടെ വെച്ച് ഹൈഡ് ആകില്ല. ഓവർഫ്ലോ ഹിഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എക്സ്ട്രാ ഓവർഫ്ലോ ആയപ്പോൾ അതിനെ ഹൈഡ് ചെയ്യാനാണ്. പക്ഷെ ഓവർഫ്ലോ ഹിഡൻ കൊടുത്താലും അതേ എഫക്ട് തന്നെ ആയിരിക്കും വരുന്നത്. കാര്യം ഇതിന് ഹൈറ്റ് പറഞ്ഞിട്ടില്ല, മറിച്ച് ഇതിനൊരു ഹൈറ്റ് ഒരു 50 പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് കട്ടാകും. ഓവർഫ്ലോ ഇടാൻ അപ്പോഴാണ് വർക്ക് ആകുന്നത് ഓവർഫ്ലോ ഹിഡന്റെ പ്രോപ്പർട്ടി. പക്ഷെ അല്ലെങ്കിൽ ഓവർഫ്ലോ ഇടാനായാലും ഓട്ടോ ആയാലും ഇതിൽ ഈ ലേഔട്ട് പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം. ഇനി വേറെ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാരഗ്രാഫ് കൂടെ റിമൂവ് ചെയ്യാം. വേണ്ട, സെക്ഷൻ രണ്ട് അവിടെ മുകളിലിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് പക്ഷെ അത് അറിയാൻ പറ്റില്ല. ഈ ബോർഡർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. സെക്ഷൻ ആക്ച്വലി ഗ്രോ ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ സെക്ഷന് ഓവർഫ്ലോ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രോ ആകും, താനെ ഗ്രോ ആകും കണ്ടിട്ടില്ലെങ്കിൽ. ഇല്ലെങ്കിൽ വേറൊരു ക്ലിയർ പിക്സ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉപയോഗിക്കും. സെക്ഷൻ ആഫ്റ്റർ പ്ലോട്ട് എന്ന് പറയുന്ന സാധനം പിന്നെ ക്ലിയർ ചെയ്യേണ്ടി വരും. ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലിയർ പിക്സ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കും. കണ്ടന്റ് ഡിസ്പ്ലേ ബ്ലോക്ക് ആഫ്റ്റർ കൊടുക്കുമ്പോൾ ബൈ ഡിഫോൾട്ട് ബ്ലോക്ക് ആയിരിക്കില്ല. ക്ലിയർ ബോത്ത് കണ്ടന്റ് ഡിസ്പ്ലേ ബ്ലോക്ക് ക്ലിയർ ബോത്ത് കൊടുത്തപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തു. അപ്പൊ കാണാം ഈ സെക്ഷൻ എത്രയുണ്ട്. ഈ സെക്ഷൻ ഒരു ആഫ്റ്റർ വന്നിട്ട് അത് ക്ലിയർ ചെയ്തോളൂ. ഈ ഇമേജ് ആണ് ഒരു പ്ലോട്ട് നമ്മൾ ചെയ്തത്. അതിന് മുമ്പുള്ള പ്ലോട്ടിനെല്ലാം ഈ ആഫ്റ്റർ ക്ലിയർ ചെയ്തോളൂ. ഇങ്ങനെ ഒരു ടെക്നിക്കിലൂടെ ഇത് മാറ്റാം. ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇത് എപ്പോഴും അത്യാവശ്യമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മൾ പ്ലോട്ട് ചെയ്ത ഉടനെ അതിന്റെ റാപ്പ് ചെയ്ത സാധനം കൊളാപ്സ് ആയി പോകും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പ്ലോട്ടഡ് ലേഔട്ടിൽ. ഇപ്പൊ പ്ലോട്ടഡ് ലേഔട്ടിൽ ഇപ്പൊ നമ്മൾ ഫ്ലെക്സ് കൊടുത്തിട്ട് 3 കോളം ചെയ്യുന്നത് മുമ്പ് മൂന്നിനും ഫ്ലോട്ട് കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ റാപ്പ് ചെയ്യുന്ന ഇതിന് ഇതുപോലെ എന്തെങ്കിലും ക്ലിയർ ഫിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് അതിനെ നമ്മൾ മാനുവലി ഗ്രോ ചെയ്യിപ്പിക്കേണ്ട അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഫ്ലെക്സ് ലേഔട്ടും ഗ്രിഡ് ലേഔട്ടും ഒക്കെ വന്നത്. ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഫ്ലോട്ട് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിയൊരു സെഷനിൽ നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാം. ഓക്കെ അല്ലേ? മൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. Thank you.